ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. ഒരു കറിയോ ഉപ്പേരിയോ ഒന്നും വേണ്ട കേട്ടോ. ചോറ് വയറ് നിറയെ നമുക്ക് കഴിക്കാൻ പറ്റും. മസാല എഗ്ഗ്. ഈ മസാല എഗ്ഗിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കേട്ടോ ഒരു ദിവസം കറി ഒന്നും ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം പൊള്ളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ 2 മുട്ട വെച്ചിട്ടാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു സവാളയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കാം. നമ്മൾ ഏതിലാണോ ഈ ഒരു മുട്ട പൊരിച്ചെടുക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള ഒരു പാൻ എടുക്കുക കേട്ടോ. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സവാളയുടെ ഒരു സവാളയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ചെറിയൊരു സവാളയായിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ടയിലേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ഞാൻ എല്ലാത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മുട്ടയിലേക്ക് തന്നെ ചേർത്തുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും പൊടികളാട്ടോ എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ആദ്യം തന്നെ മുട്ടയിലേക്ക് ചേർത്തുകൊണ്ട് അതൊന്നും ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. ഈ ഒരു സമയത്ത് ചേർത്താലും മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ടയിലേക്ക് വേണം ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിടണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് പോകരുതേ. നമ്മൾ മുട്ട വെന്ത് പോകുമ്പോഴത്തേന് ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. പൊട്ടിയാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. അടിഭാഗം കരിഞ്ഞു പോവേ. ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നത് നന്നായിട്ടാണ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പോയിക്ക് അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആവാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. എൻ്റേതേതായാലും മറിച്ചിട്ടപ്പോൾ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു കറീൻ്റെ ആവശ്യമില്ല. ഈ ഒരു മസാല മാത്രം മതിയിട്ട് നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു കറിയുടെ നല്ല ചൂട് ചോറിന് മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുട്ടി കുഴച്ചാൽ കഴിച്ചാൽ മതി. ഒന്നിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാനും ഒക്കെ അടിപൊളിയാട്ടോ ഇത്. ചില സമയത്ത് കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് മടിയുള്ള ദിവസവും അല്ലെങ്കിൽ സമയമില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്